അളിയ നീ എവിടെയാ? നീ പെട്ടെന്ന് ലിയോയുടെ വീട് വരെ വരാവോ? അത് വിടറാ, എന്റെ ലവറും കൂടെ ഉണ്ടെന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. സത്യമാടാ? അതെടാ ഞാൻ കൊണ്ടുവന്നളിയാ. എന്താ ഡള്ളായി സംസാരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമാണോ? നീ ഒന്നും സംസാരിക്കണ്ട. കട്ട് ചെയ്ത് 5 മിനിറ്റ് ഞാൻ അവിടെ ഉണ്ടാവും. പെട്ടെന്ന് വാടാ. വന്നേക്കടാ. എവിടെയാടാ? എടാ ഇപ്പൊ വരാ. സിസ്റ്റർ, സിസ്റ്റർ, എടാ കിച്ചണിൽ കാണുന്നില്ല. എവിടെയാടാ? എടാ സസ്പെൻസ് വെക്കില്ലേ, പറയടാ. എടാ പ്ലീസ് ടാ, പോടാ. സിസ്റ്റർ, സിസ്റ്റർ, ഡാ ഡാ നിന്നോടാടാ. എവിടെയാ അവര്? ഡാ ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടേ ഇല്ലടാ. എടാ പ്ലീസ് ടാ, അവരെ വിളിക്കടാ. എടാ നിന്റെ ലവർ എവിടെയാടാ? എടാ നീ എന്താ എങ്ങനെ ഇരിക്കുന്നേ? എടാ പറയേ. സിസ്റ്റർ, സിസ്റ്റർ, ഡാ ഡാ എവിടെടാ? എവിടെയും കാണുന്നില്ല. എടാ പറയടാ. വീട്ടിലേക്ക് പോയോ? അല്ല നീ എന്താ വിഷമിച്ചിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമാണോ? എന്താടാ അവരെവിടെ? എടാ പറയ് എവിടെ? ഫ്രണ്ട് എന്ന് വെച്ചാ ഒരുമിച്ച് കറങ്ങുക, ഒരുമിച്ച് ചായ കുടിക്കുക, ഒരുമിച്ച് സിനിമയ്ക്ക് പോവുക, ഇതിന് മാത്രമേ ഫ്രണ്ട് ഉള്ളൂ? മാസത്തിൽ 4 ദിവസം കുടിച്ച് അടിച്ചു പൊളിക്കുക മാത്രമാണോ ഫ്രണ്ട്? പ്രണയിച്ചാലേ പ്രണയിച്ച ഫ്രണ്ടിന് റൈറ്റ് ലെഫ്റ്റ് എന്ന് തോളിന് തോളെ നിൽക്കുന്നവനാണ് ഫ്രണ്ട്. ഒരു ചായ വാങ്ങി 2 ചായ കുടിക്കുന്നവനാണ് ഫ്രണ്ട്. ഞാൻ എല്ലാ കാര്യത്തിലും നിന്റെ കൂടെ തന്നെയില്ലേ? എടാ നിനക്ക് എന്താണ് പ്രശ്നം? വന്നത് പോലെ ചോദിക്കല്ലേ, നിനക്ക് എന്താണ് പറ്റിയത്? എടാ പറയ് എന്ത് പറ്റി? എവിടെ അവര്? നീ ഒന്ന് സമാധാനപ്പെട്. എടാ ഒരു കാര്യം മനസ്സിലാക്ക്, നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ്. നിനക്ക് എന്നെ കുറിച്ച് നന്നായി അറിയാം. ഞാൻ പായുന്ന സിംഹമാണ്, പതുങ്ങുന്ന പുലിയാണ്. ഞാൻ എല്ലാം അക്കിളിൽ വെച്ച് കറങ്ങുന്നവനാണ്. നിനക്കൊരു കഷ്ടം വന്നാ എന്റെ അകത്തുള്ള മൃഗം എല്ലാത്തിനെയും പുറത്തെടുത്ത് വിടുന്ന ശത്രുക്കളെല്ലാം ഒരു വഴിയാക്കി ഞാന്. മഴവെള്ള പാച്ചിൽ പോലെ ശത്രുക്കളെ അടിച്ചമർത്തി കളയും ഞാന്. എടാ പറയടാ എന്താ പ്രശ്നം? എന്താ വിഷമിച്ചിരിക്കുന്നേ? പറയടാ. എന്ത് വേണ്ടെന്ന് പറയേ, ഞാൻ ബേക്കറിലാ ഉള്ളത്. അതെന്തിനാ എന്നോട് ചോദിക്കുന്നത്? നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ. ശരി, നീ ഇപ്പൊ എവിടം വരെയായി? ആ ഞാനൊരു 15 മിനിറ്റിനുള്ളിൽ എത്തും. ആ ശരി, പെട്ടെന്ന് വാ. ശരി. പറയേ. ഡാ ഐ എം വെയിറ്റിംഗ് ഡാ. എടി 2 മിനിറ്റുള്ളിൽ ഞാനങ്ങ് വരും. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചോടി. ഏയ് ഇല്ലടാ. ശരി വാ, കേറ്. കേറിയിരിക്കേ. എടാ എന്റെ മനസ്സിന് എന്തോ ഒരു വെപ്രാളം പോലെ. നിനക്കുണ്ടോ? എന്റെ ഹാർട്ട് ബീറ്റ് ശരിക്കും കൂടുന്നുണ്ട്. എനിക്ക് വെളിച്ചത്തിൽ കണ്ണടച്ചിട്ട് ഇരുട്ടിൽ കണ്ണുറന്ന് നോക്കുന്ന പോലെ ഉണ്ട്. അതിരിക്കട്ടെ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാ. നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയിട്ട് എങ്ങനെയാ? അവന്റെ വീട്ടിൽ എല്ലാവരും നാട്ടിലേക്ക് പോയിരിക്കുക. ഈ എന്റെ കയ്യിലുള്ളത്. പെട്ടെന്ന് ആരും കേറി വരുമൊന്നുമില്ലല്ലോ.
അങ്ങനെയൊന്നും ആരും കയറി വരില്ല. അവര് വരാൻ ഇനി ഒരാഴ്ചയാകും. നീയാള് കൊള്ളാലോ, എല്ലാം പ്ലാൻ ചെയ്തിരിക്കല്ലേ. നിന്റെ ഫ്രണ്ടിന്റെ വീട് എത്ര ദൂരമുണ്ട്? ഇനി കുറച്ച് ദൂരേ ഉള്ളൂ. ശരി, നീ വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്താ? നിർത്ത്. അനു, 2 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്രണ്ടിന്റെ വീടെത്തി. അപ്പോഴേക്ക് നീ എന്തിനാ ഇറങ്ങിയത്? നീ ആദ്യം താഴെ ഇറങ്ങിക്കേ. എന്തു പറ്റിയടി? ശരിക്കും നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ആരുമില്ലല്ലോ. ആരും ഇല്ല അനു. എടാ, നീ സത്യം പറഞ്ഞേ. ഞാൻ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറയട്ടെ? ആര് വീഡിയോ കോൾ ചെയ്യും? അത് ചെയ്യാൻ ആരും ഇല്ല. വേണമെങ്കിൽ ഞാൻ പോയി അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് പിന്നെ വന്ന് വിളിച്ചാൽ നീ വരുമോ? ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ അതുവരെ ഞാൻ എവിടെയാ വെയിറ്റ് ചെയ്യാ? ശരി അനു, നീ വീട്ടിൽ പോകുന്നു നല്ലത്. ഞാൻ വേണമെങ്കിൽ നിനക്ക് ഒരു ഓട്ടോ വിളിച്ചു തരാം. എടാ, അതുകൊണ്ടൊന്നും അല്ല, പേടിയായിട്ടാ. ടൈം വേസ്റ്റ് ചെയ്യാതെ അനു, പ്ലീസ് മനസ്സിലാക്ക്. പ്ലീസ്. എന്നാ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിനകത്തുണ്ട്. നീ സ്ഥലം വിട്ടോ, ഞാനും പോവാ. എടാ, 40-50 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ് റൂമില് പെട്ടെന്ന് ഒരു പെണ്ണിനോടും പയ്യനോടും എണീക്കാൻ പറഞ്ഞിട്ട് ഒരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാ ചെറിയൊരു വെപ്രാളം, ഒരു ഭയം, ഉത്തരം അറിഞ്ഞാലും ഒരു പേടി കാണും. ഇതെല്ലാം ഒരുമിച്ചുണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരാകം തണുത്ത് വിറയ്ക്കും. പിന്നെ ശരീരാകെ വിയർക്കുകയും ചെയ്യും. അതുപോലത്തെ ഒരു പേടി. എന്റെ ശരീരവും മനസ്സും ഇപ്പൊ അതുപോലെ തന്നെയാ ഉള്ളത്. നിനക്ക് അങ്ങനത്തെ ഫീലിംഗ് വല്ലതും ഉണ്ടോ? നീ അത് പറഞ്ഞു, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. വാ. വീട് ഇഷ്ടമായ? ആരുമില്ലല്ലോ, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് നിന്നെ കണ്ടിട്ട് ഹോംലിയായി ശരിക്കും സുന്ദരിയായിട്ടുണ്ട്. നീയോ അതെ. എന്തേ, നിങ്ങൾ മാത്രമേ ലൈൻ അടിക്കുള്ളൂ? ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇതൊക്കെ സംസാരിക്കുള്ളൂ? ഞങ്ങൾക്കും ആ ഫീലിങ്സ് ഒക്കെ ഉള്ളത്. അതിരിക്കട്ടെ, നിനക്ക് ഈ വെള്ളമടി സിഗരറ്റ് വലി ഇങ്ങനത്തെ ശീലമൊന്നുമില്ലേ? ഇതുവരെയായിട്ടും ഇല്ല, ഇനി ഒട്ട് വേണ്ടതാനും. ആരാ? പരിചയമുള്ള ആളാ. പരിചയമുള്ള ആളെന്ന് വെച്ചാ ഫ്രണ്ടാണോ? അനു, അത് വിട്. നീ ആദ്യം അകത്തു വാ. ഡാ, വാടി. നിക്ക്. അനു, നിനക്ക് ഇരുട്ടാണോ ഇഷ്ടം, വെളിച്ചമാണോ ഇഷ്ടം? നിനക്കോ? നിനക്കോ? നീ ആദ്യം പറ. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? അതിന് നിനക്ക് വെളിച്ചമല്ലേ ഇഷ്ടം? അത് നിനക്കെങ്ങനെ അറിയാം? മായാനദി സിനിമയിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഡാ, ഒന്ന് നിക്ക്. ഏയ്, മിണ്ടായിരിക്കേ. ടൈം വെറുതെ വേസ്റ്റ് ചെയ്യരുത്. ഏയ് അനു, അനു എഴുന്നേറ്റ് പോയി റെസ്റ്റ് റൂമിൽ പോ. ചെല്ലേ. എടി അനു, 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 അനു. അയ്യോ, അനു, അനു, എന്താ ഇത്? അയ്യോ, ഇവിടെ ചത്തുപോയോ?
എന്റെ വിരലുകളൊക്കെ പതിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? കൊലക്കേസ്. അയ്യോ അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യുക? അനു, കാണുന്നല്ലേ പറഞ്ഞേ. എവിടെ ചത്ത് കിടക്ക, നല്ലോണം കണ്ടോ? മരിച്ചോ? നീ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നേ? മരിച്ചു എന്ന് പറയുന്നു. നീ കൊന്നു അവരെ. മഹാഭാവി. എടാ, നീ എന്താണ് ചെയ്തേ? പറയടാ, എന്തു പറ്റി? അതാ എനിക്കും അറിയാത്തത്. ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. അതാ നിനക്ക് ഞാൻ ഫോൺ ചെയ്ത്. ഇത് നോക്കെ, എങ്ങനെയെങ്കിലും അവളെ ഡിസ്പോസ് ചെയ്യണം. എടാ, നീ എന്തെങ്കിലും അസൾട്ടായി പറയുന്നേ? ഇപ്പൊ നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ? രാത്രി വരെ വെയിറ്റ് ചെയ്യേ. രണ്ടുപേരും ഒരു കട്ടിങ് അടിക്കാം. ഓട്ടോ കയറ്റി എവിടെയും കൊണ്ട് വലിച്ചെറിഞ്ഞേക്കാം. എടാ, വെള്ളം ഒഴിച്ച് ഫിറ്റായി പോയാൽ? അതും ശരിയാ. നമുക്ക് ഓട്ടോറിക്ഷ വേണ്ട, ബൈക്കിൽ പോയേക്കാം. നീ ബൈക്ക് ഓടിക്കേ, ഞാൻ പുറകിലിരിക്കാം. നടുക്ക് അവളെ എത്തിച്ച് എവിടെയും കൊണ്ടേ വലിച്ചെറിഞ്ഞേക്കാം. രണ്ടുപേര് പോകുമ്പോ തന്നെ ഹെൽമെറ്റ് വെക്കണം. ഇത് 3 പേരല്ലേ? ഐഡിയ ചോദിക്കുന്നത് ഈസിയാണ്, ഐഡിയ പറഞ്ഞതാണ് കഷ്ടം. അത് ശരി, ഞാൻ അറിയാതെ ചോദിക്കുകയാണ്. ഞാൻ എന്തിനാ ഐഡിയ പറഞ്ഞേ? തെറ്റേതത് നീയല്ലേ? നിന്റെ കൂടെയൊക്കെ ഫ്രണ്ട് ആയതിനെ ഞാനും ജയിലിലെ കമ്പിയാണെന്നല്ലേ? എന്നെ വിട്ടേക്ക് ഞാനില്ല. കൊലപാതകം ചെയ്തവനും കൊല്ലാൻ സപ്പോർട്ട് ചെയ്തവനും ഒരേ ശിക്ഷയാണ്. മോനെ, നീ എനിക്ക് ഫോൺ വിളിച്ചിട്ടേ ഇല്ല, വോയിസ് അയച്ചിട്ടേ ഇല്ല. നിനക്ക് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എല്ലാം മറന്നേക്ക്. നീ തീർച്ചയായും പോലീസിൽ കൊടുങ്ങും. പക്ഷെ എന്നെ മാത്രം കൊടുക്കല്ലേ കേട്ടോ. ഞാൻ പോവാണ്. എടാ, ഒരു മിനിറ്റ് നിക്ക്. അളിയാ, പറയടാ, എന്തു പറ്റി? എവിടെയാ അവര്? മരിച്ചു എന്ന് പറയുന്നു. നീ കൊന്നുവല്ലേ? നീ തീർച്ചയായും പോലീസിൽ കൊടുക്കും. പക്ഷെ എന്നെ മാത്രം കൊടുക്കരുത് കേട്ടോ. എവിടെയാ അവര്? മരിച്ചു എന്ന് പറയുന്നു. നീ കൊന്നുവല്ലേ? നീ തീർച്ചയായും പോലീസിൽ കൊടുക്കും. പക്ഷെ എന്നെ മാത്രം കൊടുക്കരുത് കേട്ടോ. എന്തുപറ്റി? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്തുപറ്റി? ഞാൻ ഉറങ്ങിപ്പോയല്ലേ? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറയടാ. എടാ, നിനക്കിത് എന്താ പറ്റിയേ? ഞാൻ നിന്നെ പ്രേമിച്ചോട്ടെ? നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? ഒരു കാര്യം നല്ലപോലെ മനസ്സിലാക്കിക്കോ. ഇക്കാലത്തും ഒരാണിനോട് സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും സത്യസന്ധമായി നിൽക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. ഞാനും അതുപോലെ തന്നെയാ. ഒരു പെണ്ണ് പ്രായം തികയുന്നതിന് മുൻപ് വരെ എങ്ങനെ വേണമെങ്കിലും നിൽക്കാം. എന്നാ പ്രായം തികഞ്ഞതിന് ശേഷം തന്റെ ശരീരത്തെ സ്വന്തം അമ്മയോട് പോലും കാണിക്കില്ല. 嗯 എന്നാ
ഒരാണിനെ പൂർണ്ണമായി വിശ്വസിച്ചു കഴിഞ്ഞാ അവനെ വിശ്വസിച്ച് അവൾ എന്തിനും തയ്യാറാവും. ഹും, നീ ഇപ്പോഴല്ലേ എന്നോട് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയുന്നേ. പക്ഷെ ഞാൻ എപ്പോഴേ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി.